നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തെന്നാണ്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ ബന്ധങ്ങളുടെ എനർജി എങ്ങനെയാണ്, നിങ്ങളുടെ കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അതിൽ വരാൻ പോകുന്ന ചേഞ്ചിങ്, ഇതൊക്കെയാണ് നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജിൽ കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നെഗറ്റീവ് പ്രസൻസോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണക്റ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന റീഡിങ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ അഫർമേഷൻസുകൾ എഴുതുക. നമ്മൾ ഇന്നത്തെ കൊടുക്കുന്ന പോലെ വരാഹി മന്ത്രം പറ്റുമെങ്കിൽ അത് എഴുതുക. മണി അഫർമേഷൻസ് ചൊല്ലുക. സാമ്പത്തികപരമായ ബ്ലോക്കേജ് മാറാനാണ് നമ്മൾ മണി അഫർമേഷൻസ് നൽകുന്നത്. അത് സാമ്പത്തികപരമായ കർമ്മ, നമ്മുടെ പൂർവികരായിട്ട് ചെയ്ത കർമ്മയോ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച കർമ്മയോ എല്ലാം നിങ്ങൾക്ക് ആ ഒരു ഹോപ്പനൊപ്പനയുടെ എനർജിയിലൂടെ ഹീലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, മാനിഫെസ്റ്റേഷനാണ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ സ്വന്തമാക്കുകയാണ്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു പവർഫുള്ളായ ഒരു ടെക്നിക്കാണ്, എനർജിയാണ് അഫർമേഷൻസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി കൂട്ടിക്കൊള്ളുക. നിങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ട. അത് അതിൻ്റേതായ സമയമാകുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ പോലെ നിങ്ങളിലേക്ക് വന്നു ചേരും. നമുക്ക് അർഹതയുള്ളത് നമ്മളെ തന്നെ തേടി വരുമെന്ന് മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് ആണ്. സാമ്പത്തികപരമാകുന്ന ഒരു അബണ്ടൻസ് എനർജിയിലാണ് നിങ്ങളിൽ പലരും നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എനർജി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ അറിയുന്നില്ല, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ്റെ വാല്യൂ അറിയുന്നില്ല, നിങ്ങൾ മറ്റെവിടെയോ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നു, നിങ്ങൾ മറ്റെന്തോ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം മറ്റെവിടെയോ തിരയുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ സ്റ്റിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുണ്ട്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഇൻ്റലക്ച്വലി ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ഹെൽത്ത് പരമാകുന്ന കാര്യമായിക്കോട്ടെ, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്കതിൻ്റെ എനർജി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു ഫ്രീഡം എനർജിയിലേക്ക്, ഒരു ഒരു വണ്ടർഫുള്ളായ മിറാക്കിളായ ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളിൽ പലരുടെയും എനർജി മാറുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, മറ്റൊരാളെ ആശ്രയിക്കാതെ എനിക്ക് സ്വയം എൻ്റെ പല കാര്യങ്ങളും ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, എനിക്കതിൽ നല്ല പ്രൗഡാകുന്ന ഒരു പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ എനിക്കതിലൊന്ന് വിജയിക്കണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനുള്ള സർവ്വ എനർജികളും നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശ്രമിക്കുക എന്ന് തന്നെയാണ്. ഇച്ചിരി എഫേർട്ട് ഇടുക. കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക്, അതായത് വലിയ എഫേർട്ടിനൊന്നും നിങ്ങൾ പോകണ്ട, ചെറിയ രീതിയിൽ നിങ്ങളൊരു എഫേർട്ട് ഇട്ടാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റും. പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബണ്ടൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ആകർഷണീയതയോടുകൂടി, അതായത് അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയും ചെയ്യും. അതായത് ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളിൽ പലർക്കും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അഫർമേഷൻസുകൾ എഴുതുന്നുണ്ടെങ്കിൽ, ഹീലിംഗ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ആ ചെയ്യുന്നതിൻ്റെ ഗുണം, ഫലം
നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൺട്രോളിൽ എത്ര ശക്തമായ കാര്യമാണെങ്കിലും, അതായത് എനിക്ക് അസാധ്യം എന്ന് തോന്നിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കൺട്രോളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്നു. അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് വരുന്നത്. അതുപോലെ നല്ലൊരു സ്ട്രെങ്ത്, പവർഫുൾ ആകുന്ന ഒരു എനർജി വരുന്നുണ്ട്. മാത്രമല്ല പിന്നെ നിങ്ങൾ എന്താണോ, ഏത് മേഖലയിലൂടെയാണോ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചൊന്ന് എലോൺ എനർജിയിൽ നിൽക്കേണ്ട സമയമാണ് കേട്ടോ. അതായത് മറ്റെല്ലാവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്തു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കുറച്ചൊരു എലോൺ എനർജി, ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു മൈൻഡിലേക്കൊന്ന് മാറണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും നേടാനും പറ്റണമെങ്കിൽ. അതുപോലെ ഇന്നത്തെ എനർജിയിലേക്ക് നോക്കുമ്പം അബണ്ടൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു പോസിറ്റീവായൊരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ മാറ്റി നിർത്തിയ ചില ഇടങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്ന അവസ്ഥ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒഴിവാക്കിയവരോ നിങ്ങളെ മാറ്റി നിർത്തിയവരോ അതല്ലാതെ നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം ബ്ലോക്കുകൾ വരുത്തിയവരുടെയൊക്കെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ അവഗണിച്ചവർ, നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതിരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളെ തേടി വരുന്നു. അതായത് നിങ്ങളെ പവർ ലോസിങ്, മൈൻഡ് ലോസിങ് ഒക്കെ വരുത്തിയതിന് ശരിക്കും ഒരു തകർച്ച, ഒരു ട്രാജഡിയിൽ നിന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്നലെ വരെ വല്ലാതെ ഒരു വിരക്തിയും നിരാശയും മാനസിക പ്രശ്നമൊക്കെ അനുഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴതിൽ നിന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അബണ്ടൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ആർജവമുള്ള, പവർഫുള്ളുള്ള, നല്ലൊരു കോൺഫിഡൻസോട് കൂടിയ ഒരു സിറ്റുവേഷൻസാണ് ഇന്നത്തെ ദിവസം. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രൗഡായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. അതേത് കാര്യത്തിലായാലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ആണ്, ഒരു കിങ് എനർജിയിലാണ്. അതിനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിനകത്ത് അസാധ്യമെന്ന് ചിന്തിച്ച കാര്യങ്ങളെ സാധ്യമെന്ന് നിങ്ങൾ സ്വയം പറയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന, നിങ്ങൾക്ക് ബ്ലോക്കേജുകൾ വരാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലാക്ക് പ്രസൻസ് നൽകുന്ന, ഡാർക്ക് പ്രസൻസ് നൽകുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ സക്സസ് ആവും കേട്ടോ. അതായത് നിങ്ങളെ അടിച്ചമർത്താൻ, അതായത് സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളുടെ പരാജയം ആഗ്രഹിച്ചിരുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ മുന്നിൽ നിങ്ങൾക്കിന്നൊരു സക്സസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന വ്യക്തി മുദ്ര പതിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് മുന്നോട്ടേക്കോ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ഉള്ളിലൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു ഉൾഭയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ ഒരു ഇമോഷണൽ ബൗണ്ടറി തീർക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ സക്സസ്സിൻ്റെ സമയമാണ്. നിങ്ങൾ മാറി നിൽക്കുന്നതും നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നതുമെല്ലാം നിങ്ങൾക്ക് വലിയൊരു മാറ്റം പ്രകൃതി ഒരുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയൊരു സക്സസ് എനർജി വരുന്നു. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം നേടാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ട്രാവലിംഗ് പ്രസൻസൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇമോഷണലി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില ഇടത്തേക്കായിരിക്കാം, ചില വ്യക്തികളെ മീറ്റ് ചെയ്യാനായിരിക്കാം, നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില വ്യക്തികളുടെ പ്രസൻസ് ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് വരുന്നുണ്ട്, ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട്.
ചിലരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രാവലിംഗ് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ലൈഫിലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില ലോസ് സിറ്റുവേഷൻസിൽ നിന്നും, കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും, ഇമോഷണൽ ഈഗോയിൽ നിന്നൊക്കെ ഉള്ള ഒരു മാറ്റത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട്. ഒരു ഇമോഷണൽ ചീറ്റിംഗ് ഇന്നത്തെ ദിവസം ഒരു പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ പരമായിട്ട്, സംസാരത്തിൻ്റെ ഫലമായിട്ട്, ചിലപ്പോൾ നമ്മൾ വളരെയധികം കണക്റ്റഡ് ആയിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഇമോഷണലി നിങ്ങൾക്കൊരു ചെറിയൊരു നെഗറ്റിവിറ്റി നേരിടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരുന്ന, വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾക്കിന്നൊരു ഇമോഷണൽ ചീറ്റിംഗ് സംഭവിക്കുന്നത്. അത് ഇമോഷണലി മാത്രമല്ല, അത് നിങ്ങളിലേക്ക് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ ലീഗൽ കേസ് സംബന്ധമായ ലീഗൽ പരമാകുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമെന്ന് ചിന്തിച്ചൊരു കാര്യം നിങ്ങൾക്ക് പ്രതികൂലമാകുന്നൊരു സാഹചര്യമാണ് കേട്ടോ കാണുന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചതിപ്രയോഗമാണ്. മറ്റാരൊക്കെയോ കൂടി ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്ന ഒരു ചീറ്റിംഗ് പ്രസൻസിനെ. എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അത് കണ്ടിന്യൂ ചെയ്യപ്പെടും കേട്ടോ. അത് അവിടെ വെച്ച് അവസാനിക്കുകയല്ല, വീണ്ടും റീകണക്റ്റ് ചെയ്യാനും വീണ്ടും ഒരു പുതിയ തുടക്കം, അതായത് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിനെ വീണ്ടും മാനേജ് ചെയ്യാനും, ഒരു പക്ഷേ അത് പിന്നീട് നിങ്ങൾക്ക് വരുന്നൊരു റിസൾട്ട്, അതിൻ്റെ വിധിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതികൂലമായ, അതായത് പ്രതീക്ഷിച്ചിരുന്നൊരിടത്ത് പ്രതികൂല സിറ്റുവേഷൻ, മധ്യസ്ഥ ചർച്ചയോ മറ്റെന്ത് കാര്യമായാലും നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അത് വീണ്ടും റീകണക്റ്റ് ചെയ്യപ്പെടും. ഒന്നും കൂടി അതിനെ പുനർവിചിന്തനം നടത്താൻ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി അതിനെ വീണ്ടും കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കാനും യോഗമുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്കാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. നിങ്ങളോട് നിങ്ങളുടെ പേരൻസിൻ്റെ എനർജിയിലോ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒത്തുചേർന്ന് പോകുന്ന വ്യക്തികളോ ഒക്കെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കുകയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഇന്ന് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മധ്യസ്ഥത പോലെ വരികയൊക്കെ ചെയ്യുന്ന ദിവസം കാണുന്നുണ്ട് ചിലർക്ക്. ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്കതിനകത്തൊരു പോസിറ്റീവ് ആകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഒരു കാര്യം അറിയാനും കേൾക്കാനും സാധിക്കുന്നതായിട്ട്, ചെറിയ വെല്ലുവിളികളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് സ്വയം ആ ഒരു പ്രോബ്ലംസിനെ മറികടക്കാൻ പറ്റുന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ, ആരുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആവാതൊക്കെ കരിയർ പാതയിൽ ഒരു ചെറിയ ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മേഖലയിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട, പോസിറ്റീവ് കുറച്ചധികം കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരുന്ന അധികമായ ഉത്തരവാദിത്തങ്ങൾ, ആവശ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന, അതുപോലെ പൂർത്തീകരിക്കപ്പെടാത്ത ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പൂർത്തീകരിച്ച് കൊടുക്കേണ്ടതാകുന്ന ഒരു സാഹചര്യമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ സൺ കാർഡാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ടോട്ടലി ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത് എല്ലാം എന്തൊക്കെയായിരുന്നോ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ്സ് തന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്, അൺസാറ്റിസ്ഫൈഡ് ആയ സിറ്റുവേഷൻസുകളിലൂടെയൊക്കെ കടന്നു പോരേണ്ടി വന്നുവെങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ഹാപ്പിയാണ് കേട്ടോ. വളരെ സന്തോഷകരമാകുന്ന, അതായത് ഒന്നും കൂടി നിങ്ങൾക്ക് പിന്നിലേക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് വളരെ സമാധാനമാണ് അവസാന സമയത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ കുറേ കാര്യങ്ങളെ കടന്നു പോരേണ്ടി വരും. ഇന്നത്തെ ദിവസം കുറച്ച് പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്, ടൈമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നിങ്ങൾ കടന്നു പോരേണ്ടി വരും കേട്ടോ. ചിലരെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ ഇന്ന് ചെന്ന് പെടേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പോകേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. ചെറിയ രീതിയിൽ
നമുക്ക് വേണ്ടപ്പെട്ടവരോട് എതിർത്ത് സംസാരിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്നാൽ ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ചില ഫ്യൂച്ചർ പ്ലാനിങ്ങുകൾ, ചെറിയ ചെറിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് ഒരു തുടക്കം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിനൊക്കെ നിങ്ങൾ തയ്യാറാകുന്നതായിട്ടും കാണുന്നുണ്ട് ചിലരൊക്കെ കേട്ടോ. ഏഞ്ചൽസ് നമ്മൾക്ക് ഇന്നൊരു ശ്വാസമുട്ട് പോലെ റീഡിങ് എടുക്കുമ്പം തൊട്ട് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് കേട്ടോ. വിശ്വസിക്കുക എന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പക്ഷേ അതിനെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാനോ അതിനകത്തൊരു മൂമെൻറ്റ്സ്, അതായത് ഒരു തുടക്കം നടത്താനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷെ നിങ്ങളതിനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഒരാഗ്രഹം, ഒരു പക്ഷേ നിങ്ങളുടെ ഒരു വലിയ ശക്തമാകുന്ന ഒരു ആഗ്രഹത്തെ ആയിരിക്കാം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസിനെ നമുക്കിവിടെ കാണിക്കുന്നത് ഇഫ് യു ബിലീവ് എന്നാണ്, വിശ്വസിക്കുക എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് പൂർവാധികം ശക്തമായിട്ട് വരും. സക്സസ് പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് ഏകദേശം ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ സ്വയം നിങ്ങളിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, മറ്റുള്ളവരോട് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സക്സസ് എന്താണെന്നുള്ളത് കേട്ടോ. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ, ഫിനാൻസിനെ കണക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് കേട്ടോ. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പാർട്ട്ണർ എനർജിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യും. ഇന്നത്തെ ദിവസം ഒരു പക്ഷേ അത് അവസാനിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്നും ചില എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ബോധേഡാകുന്നൊരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഫാമിലിപരമാകുന്ന, അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരു കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കരുത്. അത് പോസിറ്റീവായ തീരുമാനത്തിനോ നെഗറ്റീവായ തീരുമാനത്തിനോ പോകരുത്. ഇന്നത്തെ ദിവസം അതിന് പറ്റിയ നല്ലൊരു സമയമല്ല. കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കുക. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എസ് ഓർ നോ ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ഏഞ്ചൽസ് നൽകുന്ന മറുപടി, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ സ്വീകരിക്കണോ ഉപേക്ഷിക്കണോ, ആ വഴിയെ ഫോക്കസ് ചെയ്യണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു ചോദ്യം ഏഞ്ചൽസിനോട് ചോദിക്കുക കേട്ടോ. നിങ്ങൾ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് അല്ലെ മറുപടി, അതിൻ്റെ ഒരു ശരിയായ ഉത്തരം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കേട്ടോ. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇതിലും നല്ല എന്തോ ഒന്ന് നിങ്ങൾക്ക് വരാനിരിപ്പുണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ചിന്തിച്ചത് അതിനേക്കാൾ ബെറ്ററായ ഒരു സിറ്റുവേഷൻസ് ആവാം, അതല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആവാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.